ഹാറ്റ്സ് ഓഫ് ടു ദ ഹോൾ ടീം ഓഫ് സൂക്ഷ്മദർശിനി. അത്രയും ഗ്രേറ്റ് ആൻഡ് ബ്രില്യൻ വർക്ക് ആണ് ഈച്ച് ആൻഡ് എവരിവൺ ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ, സ്ക്രിപ്റ്റിംഗ്, DOP, എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ഡിസൈൻ, മ്യൂസിക്, കളറിംഗ്, ഈച്ച് ആൻഡ് എവ്രി വൺ. ആദ്യം നമ്മളെ കൈ കൊടുക്കുന്നത് ഡയറക്ടറായിട്ടുള്ള MC ജിതിനാണ്. ബെസ്റ്റ് കാസ്റ്റ് ആൻഡ് ക്രൂവിനെ എല്ലാവരും ഒന്നിച്ച് കൊണ്ടുവന്നതിനും പിന്നെ അവരിൽ നിന്ന് ബെസ്റ്റ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തതിനും ആൻഡ് വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആൻഡ് എൻഗേജിങ് മിസ്റ്ററി കോമഡി ത്രില്ലർ എക്സിക്യൂട്ട് ചെയ്തതിനും മോസ്റ്റ്ലി എല്ലാ രീതിയിലുള്ള ക്ലീഷേഴ്സും ബ്രേക്ക് ഔട്ട് ചെയ്ത് നമ്മൾ വളരെ ആകാംക്ഷയോടെ പിടിച്ചിരുത്താൻ സാധിച്ചിട്ടുണ്ട് ഡയറക്ടർ MC ജിതിന്. ഈ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളൊരു വളരെ വ്യത്യസ്തമായ കഥ പറയുന്ന അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായി മേക്കിംഗ് ഉള്ള സിനിമയുടെ നമ്മൾ കയറിയിരിക്കുന്നത്. ഈ ഡിഫറെന്റ് മേക്കിംഗ് സിനിമയ്ക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതിന് വളരെ നല്ല സ്ക്രീൻ പ്ലേ ആണ് ബൈ അതുൽ, ലിബിനൻ, MC ജിതിൻ. വളരെ നല്ല സസ്പെൻസ്ഫുൾ രീതിയിൽ തന്നെ അവർ കഥ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ക്ലൈമാക്സ് എത്തിപ്പെടുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആൻഡ് റിഫ്രഷിംഗ് ഫീൽ ആണ് കിട്ടുക. നമുക്ക് ഒട്ടും ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഫീൽ ചെയ്യില്ല. അത്രയും നല്ലൊരു ടീം വർക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൽ സിനിമാറ്റോഗ്രഫി ബൈ ശരൺ വേലായുധൻ. യൂസ് ചെയ്തിട്ടുള്ള ഷോർട്സ് ആണെങ്കിലും ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആണെങ്കിലും എല്ലാം ആ ഒരു ഡിഫറെന്റ് മേക്കിങ്ങിന് ഭയങ്കര വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു യുണീക്നെസ് ഫീൽ ചെയ്യും. പിന്നെ ഇത് എടുത്തു പറയേണ്ടത് ഇതിന് എഡിറ്റിംഗ് ബൈ ചമൻ ചാക്കോ. സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് ഒരു ബ്രേക്ക് തരാത്ത രീതിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അത്രയും ടൈറ്റ് ആൻഡ് ക്രിസ്പ് എഡിറ്റിംഗ് ആണ്. മ്യൂസിക് ബൈ ക്രിസ്റ്റോ സേവിയർ. ഭയങ്കര പ്ലേഫുൾ, സസ്പിഷ്യസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സിനിമയുടെ മൂലമായിട്ട് നന്നായിട്ട് സിങ്ക് ആവുന്നുണ്ടായി. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നസ്രിയയുടെ കംബാക്ക് ആണ് ആഫ്റ്റർ ട്രാൻസ് ആൻഡ് വളരെ നന്നായിട്ട് തന്നെ പ്രിയദർശൻ എന്ന ക്യാരക്ടറിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ടിപ്പിക്കൽ ഒരു നസ്രിയ മാനറിസം ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. സെക്കൻഡ് ഹാഫ് നമുക്ക് നസ്രിയയുടെ ഒരു മെച്യൂർഡ് പെർഫോമൻസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബേസിൽ നമുക്ക് ഇതുവരെ കാണാത്ത ഒരു റോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് തകർത്താൻ അഭിനയിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ ഭരതന് ഒരു ഫ്രഷ് റോൾ കിട്ടി, അതുപോലെ അടിപൊളിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ ഭരതന്റെയും ബേസിലിന്റെയും ഒരു കോമഡി സീക്വൻസ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ, അത് ഭയങ്കര രസമായിരുന്നു. അതേപോലെ തന്നെ ക്ലൈമാക്സിൽ അവർ കുറെ നമ്മൾ ചിരിപ്പിക്കും. അഖില ഭാർഗവൻ, മെറിൻ ഫിലിപ്പ് ഇവരും അവരുടെ റെസ്പെക്ടീവ് റോൾസിൽ പ്രേസിന്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. രണ്ടുപേരും നന്നായിട്ട് തന്നെ നല്ല മെമ്മറബിൾ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ദീപക് പറമ്പോൾ, കോട്ടയം രമേശും അവരും അവരുടെ റെസ്പെക്ടീവ് റോൾസ് നല്ല കൺവിൻസിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഓവറോൾ വെരി സാറ്റിസ്ഫൈങ്, എൻഗേജിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് മിസ്റ്ററി കോമഡി ത്രില്ലർ ആണ് സൂക്ഷ്മദർശിനി. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്.